സ്റ്റബേണും ഷോർട്ട് ടെമ്പേർഡും അക്ഷമയുമായ ഞാൻ ജീവിതത്തിൽ ക്ഷമ എത്രത്തോളം അത്യാവശ്യമാണെന്ന് പഠിച്ച മൊമെൻറ്റുകളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വൃത്തികെട്ട ഡോം സ്ക്രോളിങ് കുറയ്ക്കാൻ വേണ്ടി പകരം പ്രൊഡക്റ്റീവായി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഞാൻ ഓർഡർ ചെയ്തതാണ് ഈ ബീഡ്സിൻ്റെ കിറ്റ്. ഇതിലാകുമ്പോൾ എല്ലാം കിട്ടുമല്ലോ, വയറും കത്രികയും മുത്തും ഒക്കെ ഉണ്ട്. എന്നാൽ പിന്നെ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി തുടങ്ങാം എന്നാണ് വിചാരിച്ചത്. ഇവിടെ വരെ വളരെ കറക്റ്റായിരുന്നു. ഇത് വളരെ ചെറിയൊരു സ്റ്റെപ്പാണ്, വളരെ സിമ്പിളായ കാര്യമാണ്. ഇതൊക്കെ എന്ത് എന്ന മട്ടിലായിരുന്നു എൻ്റെ തുടക്കം. പക്ഷെ തുടങ്ങി കുറച്ചങ്ങ് എത്തിയപ്പോൾ ഇതിലേ വലിക്കുമ്പം അതിലേ പോവും, അതിലേ വലിക്കുമ്പം ഇതിലേ പോവും. പ്രത്യേകിച്ച് എനിക്ക് ഒരു പരിചയമില്ലാത്ത ഫീൽഡും നിർത്തിയിട്ടിറങ്ങി പോയാലോ എന്ന് ആലോചിച്ചു. പക്ഷേ ഇങ്ങനെയൊക്കെയാണല്ലോ ഓരോരോ കാര്യങ്ങൾ പഠിക്കുന്നത്. പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നാണല്ലേ, അത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അല്ല, ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ തോന്നുന്നു കേൾക്കണ്ടായിരുന്നു എന്ന്. അങ്ങനെ ഇഷ്ടപ്പെട്ട പാറ്റേണിൽ ഈ പലതരം ബീഡ്സ് കോർത്ത് ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയിട്ടെന്ന കാര്യം എന്ന് കരുതി ഞാൻ മുന്നോട്ട് പോയി. നല്ല വൃത്തിക്ക് കളർ കോമ്പിനേഷനൊക്കെ സെലക്ട് ചെയ്ത് എണ്ണി പെറുക്കി തിട്ടപ്പെടുത്തി കോർത്തെടുത്തു. പക്ഷെ ക്ലൈമാക്സ് ജിത്തു ജോസഫ് പടം പോലെ ട്വിസ്റ്റിലാണ് അവസാനിച്ചത്. ഹായ് സബാഷ്, അതെ, പൊട്ടിപ്പോയിരിക്കുന്നു. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റുപോയെന്നാണോ എന്ന് മാസ് BGM കയറ്റി എഡിറ്റ് ചെയ്യാമെന്ന് ഉറപ്പിച്ച് ഞാൻ വീണ്ടും ഇരുന്നു. ഒരു നൂലൊക്കെ മുറിച്ച് വീണ്ടും മുത്തുപെറുക്കി കോർത്തു തുടങ്ങി. പക്ഷേ അതിൻ്റെയും ഫലം ഇത് തന്നെയായിരുന്നു. ഞാൻ കെട്ടി വരുമ്പോൾ ഒന്നുകിൽ കെട്ടഴിഞ്ഞു പോവും, അല്ലെങ്കിൽ കെട്ട് പൊട്ടിപ്പോവും, അല്ലെങ്കിൽ കെട്ടി നോക്കി ഇട്ട് നോക്കുമ്പോൾ പൊട്ടിപ്പോവും. എന്തേലുമൊക്കെ സംഭവിക്കും. അവസാനം വിഷമത്തോടെ ഞാൻ ആ സത്യം മനസ്സിലാക്കി. എനിക്ക് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് ആ ബീഡ്സിൻ്റെ പാത്രം അടച്ചു വെച്ച് ഞാൻ ഇന്നത്തേക്ക് നിർത്തി. ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ശരിയായാലോ. അതുകൊണ്ട് 2 ദിവസം കഴിയുമ്പോൾ ഒന്നും കൂടെ നോക്കാം. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ശരിയായാൽ കാണാം. ബൈ, ടാറ്റ.